സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കണ്ടൊരു വാർത്തയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസമായിട്ട് അല്ലെങ്കിൽ ആശ്വാസകരമായിട്ടുള്ള ഒരു മറുപടിയുമായിട്ട് അല്ലെങ്കിൽ ഒരു കാര്യവുമായിട്ട് ഹൈക്കോടതി രംഗത്തേക്ക് വന്നിരിക്കുന്നു. എന്താണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം? അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങ് തിന്നു കളയാമെന്ന് വിചാരിച്ചുകൊണ്ട് കളിച്ച സംഘിമുത്രന്മാരും അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകളിലുള്ള കമ്മിമാരും അതേപോലെ തന്നെ കൊങ്ങിമാരും കോൺഗ്രസിലുള്ളവന്മാരും എല്ലാം കൂടി വട്ടം ചേർന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തൊലച്ചു കളയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ ഉന്മൂലനം ചെയ്ത് കളയാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഏതോ ഒരു അതിജീവിത എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയെ, അതായത് ഒരു വ്യാജ അതിജീവിതയെ രംഗത്തേക്ക് കൊണ്ടുവരികയും അതിനുശേഷം വലിയ രീതിയിലുള്ള കളികൾ കളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെണ്ണ് പിടിയനാണെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യുകയും പിന്നീട് അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു പരാതിയുമായിട്ട് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തെളിവുമായിട്ട് കോടതിയിൽ ഒരു രഹസ്യ കവറിൽ അത് പൊതിഞ്ഞ് അതീവ രഹസ്യ സ്വഭാവമുള്ള കുറേ തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചു എന്നൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കണ്ടത്. അപ്പോൾ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചാനലിലുള്ള മൊട്ട അരുണിനായിരുന്നു ഏറ്റവും കൂടുതൽ വ്യഗ്രത അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ത്വര എന്ന് പറയുന്ന ഒരു സാധനമുള്ളത്. ആരെ കൊടുക്കാനാണ്? രാഹുൽ മാങ്കൂട്ടത്തിലെ. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആണൊരുത്തനെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ ആണത്തമുള്ള ഒരാണൊരുത്തനെ വീണ്ടും ജയിലിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. അയാൾക്ക് മാത്രം ജാമ്യമില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ എടുത്തിയാടി അറസ്റ്റ് ചെയ്യാനായിട്ട് എന്താണ് മാനദണ്ഡമെന്നാണ് കോടതി പോലീസിനോട് ചോദിച്ചിരിക്കുന്നത്. എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവനെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ നിങ്ങൾ പിടിക്കാൻ ശ്രമിക്കുന്നതെന്നും പോലീസിൻ്റെ അടുത്ത് കോടതി ചോദിക്കുകയുണ്ടായി അത്രേ. അതായത് ആ പെണ്ണും ആ ചെറുക്കനും കൂടി ഒരുമിച്ചൊരു കാര്യം ചെയ്തപ്പോൾ ഉഭയകക്ഷി പ്രകാരമുള്ള ഒരു ലൈംഗിക ബന്ധം അല്ലെങ്കിൽ ശാരീരിക ബന്ധം അത് തെറ്റല്ല എന്ന് കോടതി തന്നെ പറഞ്ഞിരിക്കെ പിന്നെ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് മാത്രം തെറ്റുണ്ടാവുക എന്നാണ് കോടതി ചോദിച്ചതെന്ന്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങ് തിന്നു കളയാമെന്ന് വിചാരിച്ച എല്ലാവന്മാരുടെയും അണ്ണാക്കിലേക്ക് നിറയൊഴിക്കപ്പെട്ടു, അല്ലെങ്കിൽ എല്ലാവരുടെയും അന്നനാളും അണ്ണാക്കും ഒക്കെ നിറഞ്ഞു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. ഞാനിത് കേവലം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മാത്രം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. ഈ പെണ്ണുങ്ങൾ കാണിക്കുന്ന ചെറ്റത്തരം കാരണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കാതെ സമൂഹത്തിൽ ഇറങ്ങി നടന്നിട്ട് തല ഉയർത്തി നടക്കാൻ പറ്റാതെ മീശ വെച്ചുകൊണ്ട് നടക്കാൻ പറ്റാതെ എത്രയോ ആണുങ്ങൾ ഇപ്പോഴും വീട്ടിൽ പെട്ടുപോയിരിക്കുന്ന അവസ്ഥയുണ്ടെന്ന് അറിയാമോ? അതും വെറും പരാതിയുടെ പേരിലാണ്. അതായത് വ്യാജ അതിജീവിതകൾ കൊടുത്ത പരാതിയിന്മേലാണ് ഇതുപോലെ പല ആളുകളുടെയും ജീവിതം തകർന്നു പോയി കിടക്കുന്നത്. നമ്മൾ ഈ ഒരു വർഷം തന്നെ പലയിടങ്ങളിലും ഈ ചെറുപ്പകാലത്ത് സെക്യൂരിറ്റി പണിയായി ചെയ്തുകൊണ്ടിരുന്ന ഓരോ ആളുകളും അവരുടെ പരാതി, അവർക്ക് മേൽ ലൈംഗിക ആരോപണ പരാതി വരികയും അവരുടെ വാർദ്ധക്യ കാലത്തിലാണ് അവർ നിരപരാധി എന്ന് പറഞ്ഞുകൊണ്ട് തെളിയിക്കപ്പെടുന്നതും അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് അവർ അഹോരാത്രം പണിയെടുത്ത് അവർ പുറത്തേക്ക് വരുന്നതും അവരുടെ വാർദ്ധക്യ സമയത്താണ്. അപ്പോൾ നമുക്കറിയാം അവരുടെ യൗവനം കൗമാരം എന്ന് പറയുന്ന എല്ലാ പ്രായത്തിലുള്ള കാര്യങ്ങളും അതെല്ലാം ജയിലിനുള്ളിൽ തന്നെ കഴിഞ്ഞു. എന്തുകൊണ്ടാണ്? ഇതുപോലെ അഴിഞ്ഞാടി നടക്കുന്ന കുറേ സ്ത്രീകളുള്ളതുകൊണ്ടാണ്. സ്ത്രീകൾ എന്ത് പറഞ്ഞാലും പിണറായി വിജയനെതിരെ ഒരാൾ പരാതിപ്പെട്ടാലും അതും കേസാക്കുമെന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ നാട്ടിലെ നിയമ സംവിധാന വ്യവസ്ഥ പോകുന്നത്. ഞാൻ പിണറായി വിജയൻ എന്നൊരു എക്സാമ്പിൾ പറഞ്ഞാണ്, ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. പിണറായി വിജയനെതിരെ എന്തൊക്കെ വന്നാലും തല പോയെന്ന് പറഞ്ഞാലും പിണറായി വിജയനെ തൊടാനായിട്ട് ആർക്കും സാധിക്കില്ല. കാരണം അവരതൊക്കെ വേണ്ടുന്ന രീതിയിൽ ചെയ്യും. ഇരട്ടത്താപ്പുണ്ടല്ലോ, ഡബിൾ ഫാദർ സിൻഡ്രോം ഇവരുടെ കയ്യിലുള്ളതാണല്ലോ, അതൊക്കെ കൈമുതലാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെയാണ് കളിച്ചതെന്നുള്ളത് ഞാൻ തുടക്കം മുതലേ പറയുന്നുണ്ട്, ഞാൻ ഇനി വീണ്ടും പറയുന്നില്ല. അപ്പോൾ ഈ അതിജീവിത എന്ന് പറയപ്പെടുന്ന പെൺകുട്ടി, വ്യാജ അതിജീവിത എന്ന് പറയപ്പെടുന്ന പെൺകുട്ടി അല്ലെങ്കിൽ വ്യാജ അതിജീവിതയായിട്ടുള്ള പെൺകുട്ടി, ആ പെൺകുട്ടി പറഞ്ഞത് തന്നെ 4 തവണ ബലാത്സംഗം ചെയ്തവനാണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്നാണ്. എത്ര തവണയാണ് സുഹൃത്തുക്കളെ? 4 തവണ. അതെങ്ങനെയാണ് ചേച്ചി 4 തവണയൊക്കെ ഒരാൾക്ക് ബലാത്സംഗം ചെയ്യാൻ സാധിക്കുക? ഒരു തവണ ചെയ്തപ്പോൾ നിങ്ങൾ മയക്കത്തിലായിരുന്നു എന്ന് പറയാം. രണ്ടാമത്തെ തവണ ചെയ്തപ്പോൾ നിങ്ങൾ ഏത് ഒരു അവസ്ഥയിലായിരുന്നു? നിങ്ങൾ ചിലപ്പോൾ കോമ സ്റ്റേജിലായിരുന്നു കാണും. അപ്പോൾ മൂന്നാമത് ചെയ്തപ്പോഴും നാലാമത് ചെയ്തപ്പോഴും ഏത് സ്റ്റേജിലായിരുന്നു? ഇത് കേവലം ഒരു ബലാത്സംഗമോ അല്ലെങ്കിൽ അവരുടെ പീഡനമോ ഒന്നുമല്ല. ഇത് ശരിക്കും രണ്ടുപേരും അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു കാര്യമാണ്. സ്വന്തം ഭർത്താവ് ഉണ്ടായിരിക്കെ തന്നെ അയാളെ ചതിച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ, അവൻ്റെ ചുരുർക്ക് കണ്ടപ്പോൾ, അവൻ്റെ പണം കണ്ടപ്പോൾ അവൻ്റെ പിന്നാലെ പോവുകയും അവനോടൊപ്പം എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ഒരു കുഞ്ഞ് വയറ്റിലുണ്ടായിരിക്കെ ആ കുഞ്ഞിനെ അബോർഷൻ ചെയ്യാനായിട്ട് തയ്യാറെടുക്കുകയും എന്നാൽ വീട്ടിൽ ഇനി തിരിച്ച് കയറ്റത്തില്ല, ഭർത്താവ് അറിഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടുമെന്നുള്ളൊരു പേടി കൊണ്ട് തന്നെ അതിനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തന്നെ ആക്കണം എന്നുള്ളൊരു പേടി കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം കൊണ്ടോ അടുത്തേക്ക് ചെന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അടുപ്പിച്ചില്ല. കാരണം ഇത് ജസ്റ്റ് ഒരു അട്രാക്ഷനിൽ കൂടി ഉണ്ടായതാണ്. രണ്ടുപേരുടെയും താല്പര്യത്തോടു കൂടിയാണെങ്കിലല്ലേ ഇതുണ്ടാവുള്ളൂ. അല്ലാതെ ഒരു മനസ്സിലൊരു ആഗ്രഹം തോന്നിയാൽ കുഞ്ഞുണ്ടാവും? ഒരിക്കലും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം ഉണ്ടാവുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന് താല്പര്യമില്ല എന്നും പറഞ്ഞു കാണും. അപ്പോൾ അതിന് പിന്നാലെയാണ് ഈ സ്ത്രീ അതിജീവിത എന്ന് പറയപ്പെടുന്ന പെൺകുട്ടി മുഖ്യമന്ത്രിയെ കാണുന്നത്. മുഖ്യമന്ത്രിയെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നാരദൻ്റെ പരിപാടിയാണല്ലോ. അത് ചെറിയ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പൊടുപ്പും തൊങ്ങലും കയറ്റി അങ്ങോട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് പണി. പക്ഷെ കളിച്ചപ്പോൾ അറിഞ്ഞില്ല ആ കളിച്ച ആളിൻ്റെ കയ്യിൽ, അല്ലെ ആ പണി കൊടുത്ത ആളിൻ്റെ കയ്യിൽ
നല്ല രീതിയിലുള്ള പണി, ചിമ്മിട്ടം പണി തിരിച്ചു വരാനുള്ളതുണ്ടെന്നുള്ളത്. ഈ പെൺകുട്ടിക്ക് ഇപ്പം സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിലോ അല്ലെ അവരുടെ വീട്ടിലോ സ്വന്തം ഭർത്താവിൻ്റെ കൂടെ പോകാനോ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഒരാളുണ്ടായിരിക്കെ തന്നെ മറ്റൊരാളുടെ കൂടെ പോയി ഒരു ചീത്തപ്പേരല്ലേ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം കാണിച്ചത് തന്തയ്ക്ക് പുറക്കാഴിയല്ലേ. അപ്പോൾ ആ ഒരു പരിപാടി കാണിച്ചതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ മാധ്യമങ്ങളിൽ വന്നിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. എനിക്ക് തോന്നുന്നു ഡോക്ടർ അരുൺകുമാറിന് ഇതിനെപ്പറ്റി പറയാനൊന്നും വയ്യായിരിക്കും. അതുകൊണ്ടാണ് റിപ്പോർട്ടർ ചാനലിലെ സുജയെ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ സുജയെയും കൊണ്ട് ഈ വാർത്ത വായിപ്പിക്കുന്നത്. എന്തൊരു കഷ്ടമാടാ മൊട്ടയെ നിൻ്റെ. എന്തൊരു മെഴുകലായിരുന്നു. നേരം വെളുക്കുമ്പോൾ ഇറങ്ങും. രാഹുൽ മാങ്കൂട്ടത്തിൽ ഗുഹയിൽ ഒളിച്ചു, രാഹുൽ മാങ്കൂട്ടത്തിൽ അവൻ്റെ മറ്റേ അവിടെ എവിടെയൊക്കെ പോയി ഒളിച്ചു എന്നും പറഞ്ഞുകൊണ്ട് എന്തൊരു മെഴുകലായിരുന്നു. വല്ലാത്ത കഷ്ടമായി പോയല്ലടാ മൊട്ട അരുണതിൻ്റെ കാര്യം. ഇനിയും നിൻ്റെ തല നല്ല രീതിയിൽ തിളങ്ങും. എന്തുകൊണ്ടാണ്? ഈ ചമ്മി നാറി ഇരിക്കുന്നതുകൊണ്ടാണ്. അതിൻ്റെ ഈ നാറി, അതിൻ്റെ ഈ എന്താ പറയുക, ഒരു പായലൊക്കെ വന്ന് പിടിക്കത്തില്ലേ എന്ന് പറയുന്നത് പോലെ ചമ്മി അളിഞ്ഞ് നാറി കരിഞ്ഞിരിക്കുകയാണ് നീ. നമുക്ക് ആ വാർത്ത ഒന്ന് കണ്ടുപോകാം. അറസ്റ്റ് തടഞ്ഞു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഹൈക്കോടതിയിൽ നിന്നുള്ള നിർണായക വിവരങ്ങളാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതിയിൽ നോ ടു അറസ്റ്റ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ നോ ടു അറസ്റ്റ് കൊടുത്തിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ശ്യാം ദേവരാജ്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു ഹൈക്കോടതി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നു. ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടയണമെന്ന ആവശ്യം അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ഉന്നയിക്കുമ്പോഴാണ് ഹൈക്കോടതി ഇക്കാര്യം പരിഗണിക്കുകയും അറസ്റ്റ് തടയുകയും ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിയ എതിർവാദങ്ങൾ ഗൗരവതരമാണ് എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. കാരണം ഇതൊരു ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമാണ് എന്ന കാര്യം ഹൈക്കോടതി നിരീക്ഷിക്കുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യരുത്. ഈ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാലത്തേക്ക് അറസ്റ്റ് തടയരുത് എന്നാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രോസിക്യൂഷനാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഹൈക്കോടതി നടപടികൾ തുടങ്ങുമ്പോൾ തന്നെ ഈ ഹർജി പരിഗണിക്കുകയും ഒപ്പം ഇത്തരമൊരു എന്താണ് അവന് പറയേണ്ടതെന്ന് പോലും അറിയില്ല. എഴുതി കൊടുത്തതൊക്കെ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയായിരിക്കും. എന്തായാലും ഞാൻ അതിൻ്റെ രത്നച്ചുരുക്കം ഒന്ന് പറയാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആ പെണ്ണിനെ വെച്ചുകൊണ്ട്, അതിജീവിതയെ വെച്ചുകൊണ്ട്, ആ പേര് പറയണമല്ലോ, അല്ല മോശമല്ലേ, വ്യാജ അതിജീവിതയെ വെച്ചുകൊണ്ട്, ഞാൻ അങ്ങനെ വിളിക്കുള്ളൂ, ആ വ്യാജ അതിജീവിതയെ വെച്ചുകൊണ്ട് ഒരു പരാതി കൊടുക്കുകയും ആ പരാതിയിൽ എന്തോ കഴമ്പുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ ഈ കമ്മികളും കൊങ്ങികളും അതേപോലെ തന്നെ സംഘികളും എല്ലാം കൂടി കളിച്ചു. എന്നാൽ ആ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിൽ നല്ല കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവന്മാർക്ക് മനസ്സിലായില്ല. അവനെ അങ്ങ് ഒതുക്കി കളയാമെന്ന് വിചാരിച്ചുകൊണ്ട് കളിച്ചുകൊണ്ട് ചാടി ഇറങ്ങി ചെന്നിട്ട് പെട്ടുപോയത് എവിടെയാണ്? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുന്നിൽ തന്നെ. അവനെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തിയതാരാണ്? രാഹുൽ മാങ്കൂട്ടത്തിനെ സ്വന്തം പാർട്ടിയിലുള്ളവന്മാർ തന്നെയാണ്. രമേശ് ചെന്നിത്തലയെ പോലെയുള്ള, വി ഡി സതീശനെ പോലെയുള്ള ഇരട്ടത്താപ്പുകൾ കാണിക്കുന്നവന്മാർ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ എന്താ പറയുക, വിമർശിച്ചവന്മാരെല്ലാം സ്നേഹിച്ചുകൊണ്ട് ചെല്ലും. ആരാണ്? വി ഡി സതീശനും അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, അവൻ്റെ പേരെന്താ, രമേശ് ചെന്നിത്തലയൊക്കെ. ഇനിയും വിമർശിച്ചവന്മാരെല്ലാം കൂടി ഒരുമിച്ച് ചെന്നിട്ട് എൻ്റെ മകനാടാ നീ, എൻ്റെ മകനാ എന്ന് പറഞ്ഞിട്ട് കെ സുധാകരൻ അടക്കം എല്ലാം കൂടി അങ്ങോട്ട് ചെല്ലും. എന്തിനാണ് ഇങ്ങനത്തെ പ്രഹസനങ്ങളൊക്കെ ഇനി കാണാൻ പോകുന്നത്? റിനിയാൻ ജോർജ് യുവനടി, എന്തൊരു പ്രശ്നങ്ങളൊക്കെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ സ്വന്തം പേര്, രാഹുൽ മാങ്കൂട്ടത്തിലെ പേര് പറഞ്ഞിട്ടില്ല പുള്ളിക്കാരി ഇപ്പോഴും. പക്ഷേ രാഹുലിനെ പോലീസ് അന്വേഷിച്ച് നടക്കുമ്പോഴും രാഹുലിനെതിരെ പുതിയ പരാതികൾ വരുമ്പോഴും കേസ് എടുത്തപ്പോഴും എല്ലാം പറയുന്നത് എനിക്ക് നീതി കിട്ടി, അല്ലെങ്കിൽ അങ്ങനെ തന്നെ വേണം, അയാളെ പിടിച്ചകത്തിടണം എന്നാണ് പറയുന്നത്. എന്നാൽ രാഹുലിൻ്റെ പേര്, ആ ആൾ രാഹുലാണെന്ന് പറയാനായിട്ട് വയ്യ, പേടിയാണ്. എന്നിട്ട് നീതി കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ ജസ്റ്റിസ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ മെഴുകലും എന്തൊക്കെയോ ഞാൻ അങ്ങ് നേടിയെടുത്ത് ഞങ്ങളെ സ്ത്രീകൾക്കൊരു വൻ വിജയമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നിന്നെപ്പോലെയുള്ള ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് വിജയമായിരിക്കും. കേരളത്തിലെ പാവപ്പെട്ട അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുന്ന വീട്ടമ്മമാർക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകൾക്കോ ഇതൊക്കെ ഒരു പരാജയമായിട്ടാണ് തോന്നുന്നത്. അതായത് സ്ത്രീകളുടെ ഒരു സ്ത്രീത്വത്തിനെ തന്നെ നീയൊക്കെ അപമാനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി പറഞ്ഞാണ്, ഈ അതിജീവിത എന്ന് പറയപ്പെടുന്ന പെൺകുട്ടി, നീ ഞങ്ങൾ സ്ത്രീ സമൂഹത്തിന് ഒരു അപമാനമാണെന്നുള്ളത് എന്ന് പറയുന്ന പോലെ റിനിയാൻ ജോർജൊക്കെ. ഇതൊക്കെ എന്തൊരു അവസ്ഥാന്തരങ്ങളൊക്കെയാണ് അല്ലേ. അതിൻ്റെയൊക്കെ കോലം കെട്ടിയുള്ള നടപ്പ് കാണുമ്പോൾ ഇതിനെയൊക്കെ ഒരു നല്ല സ്ത്രീയെന്ന് നമുക്ക് വിളിക്കാൻ പറ്റുമോ? കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടി എന്ന് വിളിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഈ പരാതികൾ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ ഒരു വിഷയത്തിൽ കോടതി ഇടപെട്ടു. കോടതി പറഞ്ഞു, അതായത് രാഹുലിനെ ഇപ്പോഴേ തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതീവ ഗൗരവകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് രാഹുലിൻ്റെ ഒരു എതിർപക്ഷത്തുള്ള അല്ലെങ്കിൽ എതിർഭാഗം വക്കീൽ സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടുപേരും കൂടി ഒരുമിച്ചുള്ളൊരു ശാരീരിക ബന്ധമാണ്. അതൊരിക്കലും നമുക്ക് പരാതി അല്ലെങ്കിൽ അങ്ങനെ ഒരു കേസായിട്ട് എടുക്കാൻ പറ്റില്ല. അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ളൊരു നമുക്കൊരു വിവരണം അല്ലെങ്കിൽ അതിനെപ്പറ്റി കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രമേ കേസെടുക്കാൻ സാധിക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുക്കാമെന്ന് വിചാരിച്ച പരിപാടി അവിടെ നടക്കില്ല. അപ്പോൾ എന്താണ് റിനിയാൻ ജോർജ് അടുത്ത പരിപാടി കണ്ടുപിടിച്ചത്? അപ്പോൾ തനിക്കെതിരെ പുതിയ പ്രശ്നങ്ങൾ വരുന്നു, അല്ലെങ്കിൽ തനിക്കെതിരെ ഈ വധഭീഷണി വരുന്നു. ആ വധഭീഷണി വരുമ്പോൾ
തൻ്റെ കുടുംബത്തിലേക്ക് കയറി തന്നെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്, അതല്ല രാഹുൽ മാങ്കൂട്ടത്തിലാണ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ആ രാഹുലിനെ പെട്ടെന്ന് അകത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ രാഹുൽ പല കാര്യങ്ങളും ചെയ്യും, ഞങ്ങളെല്ലാം പേടിപ്പിക്കുമെന്ന് പറയാനായിട്ട് റിനി ആൻഡ് ജോർജ് രംഗത്തേക്ക് വന്നു. പിന്നെ വേറെ കുറച്ച് ഇരകളും അല്ലെങ്കിൽ പരാതിക്കാരികളൊക്കെ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് വീട്ടിൽ കയറി രാഹുലിൻ്റെ ആൾക്കാർ രാഹുൽ പറഞ്ഞു നിന്നെ തട്ടിക്കളയും, നിന്നെ കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ വെറുതെ അടിസ്ഥാനരഹിതമാണ്, അല്ലെങ്കിൽ വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഇതൊക്കെ വെറുതെ ആ ആളൊരുത്തൻ, ആ ഒരു പാവം പിടിച്ചൊരു ചെറുപ്പക്കാരനെ തല്ലി തകർക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന പോറാട്ട് നാടകങ്ങളും പിറപ്പ് കേടുകളുമൊക്കെയാണ്. എന്തായാലും ഹൈക്കോടതി ശക്തമായിട്ടുള്ള മറുപടിയുമായിട്ടാണ് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഇജാതി മറുപടിയുമായിട്ട് വന്ന ഹൈക്കോടതിക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. കാരണം ഇങ്ങനെ തന്നെ ആയിരിക്കണം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ് ഹൈക്കോടതി. പക്ഷേ ഈ ഒരു കാര്യത്തിൽ പ്രത്യേകം പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ അയാളെ തകർക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ എല്ലാ ജനങ്ങളും എതിരെ നിന്നപ്പോൾ അതിനെതിരെ നിൽക്കുന്ന ഒരു ഹൈക്കോടതിയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ സത്യത്തിനും നീതിക്കും ഒക്കെ ഒരു വിലയുണ്ടെന്നുള്ളത് കാണിച്ചു കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഹൈക്കോടതി സമീപിച്ചിരിക്കുന്ന നിലപാടെന്ന് പറയുന്നത്. അപ്പോൾ ഒരു പെണ്ണ് വന്നിട്ട് അങ്ങനെ അഴിഞ്ഞാടി നടക്കുന്ന ഒരു പെണ്ണ് വന്നിട്ട് എന്നെ അവൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പിടിച്ച് അകത്തിടുന്ന ഒരു കാലമാണ് ഇതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. നിങ്ങളുടെ ഒരു മാനം വിറ്റുകൊണ്ട് നിങ്ങൾ തന്നെ ജീവിക്കാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ കാശുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ആ പരിപാടി ഇവിടെ അധികം നാൾ നടക്കില്ല, അല്ലെങ്കിൽ ആ പരിപാടി ഒരിക്കലും നടക്കില്ല എന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. വരും ദിവസങ്ങളിൽ എന്താണ് നമുക്ക് നടക്കുന്നതെന്ന് കണ്ടു നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ആളൊരുത്തന്നെ തകർക്കാൻ ശ്രമിച്ചപ്പോൾ ഹൈക്കോടതിയും അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സംഭവം, അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിനെ സാധൂകരിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു പരാതിയുമായിട്ട് വന്നിരിക്കുന്ന പെൺകുട്ടിയുടെ ഭാഗം, ആ പെൺകുട്ടിയും അത്ര നീറ്റല്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ കോടതി കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ കോടതി രാഹുലിനെ കൊടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് രാഹുൽ തെറ്റുകാരനാണെന്ന് പറഞ്ഞിട്ട് കരഞ്ഞു മെഴുകിയ കൊങ്ങികളെ, കമ്മികളെ, സംഘികളെ ഇത് കണ്ടുകൊണ്ട് കുരു പൊട്ടാനായിട്ട് തയ്യാറായിരിക്കുക, അല്ലെങ്കിൽ കുരു പൊട്ടി ഒലിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.